ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മണിശങ്കറിൻ്റെയും നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ വൈജയന്തി റൂമിലേനി ഇരിക്കുകയാണ്. ആ സമയത്താണ് കൃഷ്ണയും ബബിതയും രോഹിത്തും എല്ലാം കൂടി അങ്ങോട്ട് വരുന്നത്. എന്താ എല്ലാവരും കൂടി റൂമിലോട്ട്? ഞങ്ങൾക്ക് അമ്മയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എനിക്കിപ്പോൾ നിങ്ങളായിട്ട് എന്തിനാണ് ഒറ്റയ്ക്ക് വരുന്നത്? ആ അലീനയെ കൂടി കൂട്ടാമായിരുന്നില്ലേ എന്ന് ചോദിക്കും. ആ അലീന ചേച്ചിയുണ്ട്, കയറി വാ ചേച്ചി എന്ന് പറയും. അങ്ങനെ അവ ചോദിക്കും, എന്താ അമ്മയുടെ ഉദ്ദേശം? എന്ത്? അല്ല, ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം ആയില്ലേ അമ്മേ? അതിന് ഇതെൻ്റെ വീടാണ്, ഇത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്, എനിക്കിവിടെ എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം. ഇപ്പം കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ കമലാൻറ്റി തന്നെ അമ്മ ഇവിടുന്ന് പുറത്താക്കുമെന്ന് പറയും. പിന്നെ എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ ആര് നോക്കിയാലും സാധിക്കത്തില്ലെന്ന് പറയും. ഇത് എൻ്റെ സ്വന്തം കുടുംബ വീടാണെന്ന് പറയും. അതൊക്കെ ഇപ്പോൾ പറയാം. നമുക്ക് സ്വന്തമായിട്ടൊരു വീടുള്ളപ്പോൾ നമ്മൾ എന്തിനാ അമ്മ മറ്റുള്ളവരുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ തിന്നും കുടിച്ചും കഴിയുന്നത്? നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിക്കൂടായെന്ന് ചോദിക്കും. ഞാനൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറം എനിക്കിനി ഒന്നും പറയാനില്ലെന്ന് പറയും. അവിടത്തേക്ക് അലീന പറയും, മേഡം ഒരു 2-3 ദിവസം കൂടി മേഡം എനിക്ക് അനുവദിക്കണം, അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം എന്ന് പറയും. അയ്യോ, നീ പോവണ്ട, നീ പറയുന്നതൊന്നും ഞാനിനി വിശ്വസിക്കത്തില്ല. എത്ര തവണ നീ ഇങ്ങനെ 2-3 ദിവസമായി, നിൻ്റെ കള്ളക്കഥയൊന്നും എൻ്റെ അടുത്ത് പറയേണ്ടെന്ന് പറയും. സത്യമായിട്ടും മേഡം ഒരു 3 ദിവസത്തിനുള്ളിൽ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം എന്ന് അലീന പറഞ്ഞിട്ട് അലീന അങ്ങ് പോവും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും വിഷമമാവും. അതിനുശേഷം വൈജയന്തി തൊട്ടും മിണ്ടാതിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മനുവിൻ്റെ അടുത്ത് വന്ന് കൃഷ്ണയും ബബിതയും രോഹിത്തും കൂടി പറയും, മനുവേട്ടാ, എന്തായി ആൻറ്റിയുടെ തീരുമാനം? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആൻറ്റി ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ടോ? ഒന്നും ആയില്ല മനുവേട്ടാ, ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും അമ്മ വരാൻ തയ്യാറാവത്തില്ല. അമ്മയ്ക്ക് ഒരു തീരുമാനമേ ഉള്ളെന്ന് പറയും. അലീന ചേച്ചി ഇവിടുന്ന് പോയെങ്കിൽ മാത്രമേ അമ്മ വീട്ടിലോട്ട് വരത്തുള്ളൂ എന്നാണ് പറയുന്നതെന്ന്. ഇനിയിപ്പോൾ എന്താ ഒരു തീരുമാനം? ഉടനെ അലീന പറയും, എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം, ഞാൻ ഇവിടുന്ന് പോകുന്നത് തന്നെ ഏറ്റവും നല്ലത് എന്ന് പറയും. അപ്പോഴത്തേക്ക് കൃഷ്ണജി പറയും, ചേച്ചി ഇവിടുന്ന് പോകാനോ? അതേ മോളെ, ഞാൻ ഇവിടുന്ന് പോയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ തിരിച്ച് കിട്ടത്തുള്ളൂ, അല്ലാതെ ഞാനിവിടെ താമസിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും മേഡം അങ്ങോട്ട് വരത്തില്ല എന്ന് മനുവിൻ്റെ അടുത്തും പറയും. അത് അലീന അങ്ങ് പോവുകയാണ്. ആ സമയത്ത് രോഹിത്തിനും കൃഷ്ണയ്ക്കും ബബിതയ്ക്കും നല്ല വിഷമോ. മനുവേട്ട, അലീന ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഇവിടുന്ന് പോവുമോ എന്ന് ചോദിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ തിരിച്ച് കിട്ടാൻ വേണ്ടി അലീന അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അവൾ മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അവൾ ഇവിടുന്ന് പോകുമെന്ന്. പക്ഷേ വീട്ടിൽ ചെന്ന് ബാലേന്ദ്രൻ ഞങ്ങളോട് പറഞ്ഞതിന് ശേഷമേ അവൾ പോകത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ അലീന പോകാനായിട്ട് ബാഗെല്ലാം എടുത്ത് പാക്ക് ചെയ്യുകയാണ്. ആ സമയത്ത് രോഹിത്തും വന്നിട്ട് പറയും, അല്ല, നമ്മളിനി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അമ്മയെ കൊണ്ടുപോകാൻ വേണ്ടിയില്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്, എങ്കിൽ പിന്നെ നമുക്കൊന്ന് പോകാമെന്ന് പറയും. ഇനി അമ്മ തന്നെ തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ കൃഷ്ണജിയും ബബിതയും പറയും, അത് ശരിയാണ്, നമ്മളിനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും. അങ്ങനെ അലീനയും സഹോദരങ്ങളും കൂടി നേരെ കളപ്പാട്ടൊരു വീട്ടിലോട്ട് വരികയാണ്. അവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ചോദിക്കും, അല്ല, ഇതെന്താ എല്ലാവരും പോയതുപോലെ ഇങ്ങ് വരുന്നത്? നിങ്ങളുടെ അമ്മയും കൂട്ടിക്കൊണ്ട് വരുമെന്നാണല്ലോ പറഞ്ഞത്. ഓ, ഞങ്ങൾ തോറ്റച്ച, ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും അമ്മ വരത്തില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങ് പോരുന്നു എന്ന് പറയും. അവളുടെ അഹങ്കാരം ഒരിക്കലും തീരത്തില്ല എന്ന് ബാലേന്ദ്രൻ പറയും. അവൾ കൈതക്കൽ മാളിക വീട്ടിലെ വൈജയന്തി മാലയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കും. ഉടനെ അലീന അങ്ങ് അകത്ത് കയറി പോവുകയാണ്. ഇതെന്തു പറ്റി ഇവക്ക് മിണ്ടാതെ അങ്ങ് പോകുന്നത്? അത് അലീന ചേച്ചി ഇവിടുന്ന് പോയെങ്കിൽ മാത്രമേ അമ്മ ഇങ്ങോട്ട് തിരിച്ചു വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്, അത് നടക്കത്തില്ല. അപ്പം രോഹിത്ത് പറയും, അലീന ചേച്ചി വീട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ചെന്ന് പറയും. വീട്ടിൽ നിന്ന് പോകാൻ തീരുമാനിക്കുമോ? അതേ അച്ഛാ, അമ്മയോട് പറഞ്ഞു 2-3 ദിവസത്തിനുള്ളിൽ ചേച്ചി ഇവിടുന്ന് പോകാം, ചേച്ചി പോയി കഴിഞ്ഞാൽ അമ്മ അങ്ങോട്ട് തിരിച്ചു വരുമെന്നും പറഞ്ഞെന്ന്. ഉടനെ അവർക്കെല്ലാവർക്കും വിഷമമാവും. അങ്ങനെ എല്ലാവരും അകത്തോട്ട് കയറുകയാണ്. ആ സമയത്ത് ബാലേന്ദ്രൻ പറയും, അലീന ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചോ എന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ബാലേന്ദ്രൻ റൂമിൽ വന്നിരിക്കുകയാണ്. ആ സമയത്തും അലീന പറഞ്ഞത് തന്നെയാണ്, അവൾ ഇവിടുന്ന് പോകുന്ന കാര്യം തീരുമാനിച്ചോ എന്ന കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം രോഹിത്തിനാണ് നല്ല വിഷമം. കാരണം രോഹിത്ത് പനിയായിട്ട് കിടന്നപ്പോഴും കോളേജിലെ കാര്യത്തിനും കേസിൻ്റെ കാര്യത്തിനും എല്ലാം ശരണ്യയുടെ വീട്ടിൽ പോയതും എല്ലാം ചെയ്തു കൊടുത്തതും രോഹിത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഹിത്തിന് നല്ല വിഷമം, സ്വന്തം സഹോദരിയുടെ കണക്ക് തന്നെയാണ്. പക്ഷേ അപ്പോഴും രോഹിത്തിൻ്റെ മനസ്സിൽ വ്യക്തമാവാത്ത ഒരു ചിത്രമുണ്ടായിരുന്നു. കാരണം അന്ന് പ്രിൻസിപ്പൽ അച്ഛനെ കാണാൻ വേണ്ടി രോഹിത്തിനെയും കൂട്ടിക്കൊണ്ട് അലീന കോളേജിലോട്ട് പോയ സമയത്ത് അലീന പറഞ്ഞിരുന്നു, ഞാനിവിടെ വീട്ടുവേലക്കാരിയായിട്ട് വന്നതാണെന്നും. അപ്പോൾ ഇതാരാണ്? ഇതെൻ്റെ സഹോദരനാണ്, പക്ഷേ ഞാൻ ബാലേന്ദ്രൻ്റെ മകളല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാലചന്ദ്രൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരിക്കുന്നത് അലീന എൻ്റെ സ്വന്തം മകളാണ്, വിവാഹത്തിന് മുൻപ് എനിക്കുണ്ടായിരുന്ന റിലേഷനിൽ നിന്ന് ഉണ്ടായ മകളാണ് അലീന എന്നാണ് എല്ലാവരുടെ അടുത്തും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അലീനയെ സഹോദരിയായിട്ട് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നത്. പക്ഷേ അലീന ആ പ്രിൻസിപ്പൽ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ബാലചന്ദ്രൻ്റെ മകളല്ലെന്ന്. അതുകൊണ്ടാണ് ഈ രോഹിത്തിന് അങ്ങോട്ട് വ്യക്തമല്ലാത്തത്. അങ്ങനെ രോഹിത്ത് അലീനയുടെ റൂമിലോട്ട് വരികയാണ്. ആ സമയത്ത് അലീന കുളിച്ചിട്ട് ഇറങ്ങി വരും. അത് ചോദിക്കും, അല്ല ചേച്ചി
ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ രോഹിത്തെ, നിനക്കെന്താ ഒരു മുഖവര എന്നോടൊരു കാര്യം ചോദിക്കുന്നത്? എന്തുകൊണ്ട് നിനക്കെന്നോട് ചോദിക്കാമല്ലോ. ചേച്ചി എന്ന് പ്രിൻസിപ്പൽ അച്ഛനോട് പറഞ്ഞായിരുന്നല്ലോ ബാലചന്ദ്രനല്ല എൻ്റെ അച്ഛനെന്നും ചേച്ചിയുടെ അച്ഛനെയും അമ്മയും ചേച്ചിക്ക് അറിയാമെന്നും. അത് കഴിഞ്ഞ് ചേച്ചി പറഞ്ഞു എൻ്റെ അടുത്ത്, ഞാൻ നിൻ്റെ സ്വന്തം ചേച്ചിയാണ്, നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ DNA ടെസ്റ്റ് നടത്തി നോക്കാൻ ചേച്ചി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ പനിയായിട്ട് കിടന്ന സമയത്ത്. ആ സമയത്ത് അപ്പോൾ ചേച്ചിയുടെ അച്ഛനും അമ്മയും ആരാണെന്ന് ചേച്ചിക്ക് അറിയാവോ? എൻ്റെ അച്ഛനല്ല ചേച്ചിയുടെ അച്ഛനെങ്കിൽ പിന്നെ ആരാണ് ചേച്ചിയുടെ അച്ഛനെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന പറയും, നിനക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് എന്നെക്കുറിച്ച്, അത് എല്ലാം എനിക്കിപ്പം വ്യക്തമാക്കി തരാൻ കഴിയില്ല. പക്ഷെ ഒന്ന് പറയാം, ഞാൻ നിൻ്റെ സ്വന്തം സഹോദരിയാണ്, പക്ഷെ ഞാൻ ബാലചന്ദ്രൻ്റെ മകളല്ലെന്ന് പറയും. എന്ന് വെച്ചാൽ ഞാൻ നിൻ്റെ സ്വന്തം സഹോദരിയാണ്, നമ്മൾ തമ്മിൽ രക്തബന്ധമുണ്ട്, നീ എൻ്റെ സ്വന്തം സഹോദരനാണ്, പക്ഷേ ഞാൻ ബാലചന്ദ്രൻ്റെ മകളല്ല എന്ന് തന്നെ അലീന പറയുന്നുണ്ട്. അപ്പോഴും ചേച്ചിക്ക് അറിയാവോ ചേച്ചിയുടെ സ്വന്തം അച്ഛനും അമ്മയും ആരാന്നുള്ളത്? അറിയാമെന്ന് രോഹിത്തിനോട് അലീന പറയുന്നുണ്ട്. അപ്പോഴും രോഹിത്തിന് വ്യക്തമാവുന്നില്ല, ഈ ബാലചന്ദ്രൻ്റെ മകളല്ല, അച്ഛനും അമ്മയും അറിയുകയും ചെയ്യാം, രക്തബന്ധം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആരാണ് അലീനയുടെ അച്ഛനും അമ്മയും എന്നുള്ളൊരു സംശയം രോഹിത്തിൽ കിടക്കുന്നുണ്ട്. ആ സമയം രോഹിത്ത് ആലോചിക്കുകയാണ്, അപ്പം ചേച്ചി കോളേജിൽ പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ, അപ്പോൾ ആരായിരിക്കും ചേച്ചിയുടെ അച്ഛനും അമ്മയും എന്ന് രോഹിത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. രോഹിത്തിനെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ വൈജയന്തിയാണ് അലീനയുടെ അമ്മ എന്നുള്ള സത്യം? കൃഷ്ണജയിൽ നിന്നോ മനുവിൽ നിന്നോ എങ്ങാനും രോഹിത്ത് ആ സത്യം അലീന സ്വന്തം അമ്മയുടെ മകളാണെന്നുള്ള സത്യം രോഹിത്തിന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളും ബാക്കി കഥയുമായി നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.